ഇതാണ് ഐറ്റം. ഹാൻഡിൽ ബാർ കുറച്ചും കൂടി വൈൽഡായ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇത്രയും ഭാഗം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാഷാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും സൈക്കിളിന് വെക്കാനുള്ള ഒരു ഐറ്റം അല്ല, ബൈക്കിന് വെക്കാനുള്ള ഐറ്റമാണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അൺബോക്സിംഗ് എന്ന് വെറുതെ പറഞ്ഞാണ്. ഈ സംഭവം ഇതും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ലിവറാണ്, ഹാൻഡ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പണ്ടത്തെ ഉണ്ടായ KTM സ്റ്റൈല് ഹാൻഡ് ഗാർഡൊക്കെ ഒടിഞ്ഞു പോയി, ഈ സൈഡത്തെ കുറ്റി പോയി, അപ്പുറത്ത് മാത്രം FZൻ്റെ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന സംഭവമേ ഉള്ളൂ കേട്ടോ. ഇത് യൂണിവേഴ്സലാണ്. അപ്പോൾ എല്ലാ വണ്ടിക്കും വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹാൻഡ് ഗാർഡാണ് കേട്ടോ. നമ്മൾ ഫുൾ ബ്ലാക്കാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള 3 ടൈപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ആളുടെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ വെക്കാം. ഈ സാധനം ഇതാണ് ഐറ്റം. ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് അഡ്ജസ്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലിവറാണ്. ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടിക്ക് അനുസരിച്ച്. ഇത് ഡയറക്റ്റ് ഫിറ്റും കൂടിയാണ് കേട്ടോ. ഞാൻ ഗോൾഡും ബ്ലാക്കും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഹാൻഡ് ഗാർഡ് എടുക്കാനാണ് പോയത്. അപ്പോൾ അത് അവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ വെക്കണമെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. നമുക്ക് ഇതിൽ നിന്നൊരു എല്ലെങ്കിൽ എടുക്കാം ഫസ്റ്റ്. ഇത് ഓൾറെഡി ഞാൻ ഈ മറ്റ് നെട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് അവസാനം ഒന്നുകൂടി ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ ലിവർ വരുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഇത് ഓൾറെഡി FZൻ്റെ ഒരു പഴയ വാറൻ്റി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ഊരിയെടുക്കാം. ഇതാണ് FZൻ്റെ. ഇതും ഡയറക്റ്റ് ഫിറ്റാണ്, വേറെ വെൽഡിങ് വർക്കൊന്നും ഇല്ലാത്തതാണ്. ഇത് പഴയ ഹാൻഡ് ഗാർഡിൻ്റെ കുറച്ച് ഭാഗം അവിടെ മെൽറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി പറിച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ പൊട്ടിപ്പോയ പഴയ ഹാൻഡ് ഗാർഡിൻ്റെയാണ് KTM സ്റ്റൈലിൻ്റെ. ഇതെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലിവർ മാറ്റിയിട്ട് ഗോൾഡൻ കളർ നമ്മുടെ അഡ്ജസ്റ്റബിൾ ലിവറിൽ അത് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ലിവർ കാണുന്ന രീതിക്കുള്ള ഒരു ഹാൻഡ് ഗാർഡ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കയറ്റുക. ഈ ഭാഗം നമുക്ക് ഏത് രീതിക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് വെക്കുക. നെട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് അവർ തന്നിട്ടുള്ള അല്ലെങ്കിൽ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഒരുപാട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യണ്ട, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുകൊണ്ടും. ഇതിൽ ഈ ഭാഗം മെറ്റലും ഈ 2 ഭാഗം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അത് എനിക്ക് എടുത്ത സമയത്തേക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് മാത്രമേ മെറ്റലായിട്ടുള്ളൂ. ഇതും ഈ കഷ്ണവും പ്ലാസ്റ്റിക്കാണ് വരുന്നത്. എന്നാലും കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ വീണിട്ട് ഒടിയാണെങ്കിൽ ഈ സാധനമായിരിക്കും കൂടുതലായിട്ട് ഒടിയാനുള്ള ചാൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഊരിപ്പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു പണി കിട്ടി. അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വാഷ് വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ അത് മുഞ്ചി. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലൊരു ചെറിയ വാഷ് കണ്ടിച്ചിട്ട് അപ്പുറത്തെ സാധനം കൂടി ഫിറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ഫിറ്റിംഗ് ആയി. കുഴപ്പമൊന്നുമില്ല സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വട്ടം വരുന്നുണ്ട്. ആ വട്ടം ടൈറ്റ് ചെയ്തപ്പോൾ പൊട്ടി താഴത്ത് പോയി. അത് ഇതിലൂടെ ഒലിച്ച് പോയി കാണാനില്ല. അപ്പോൾ ഒരു വാഷും കൂടി ഒപ്പിച്ചിട്ട് ഈ സാധനം ഇടാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് നിൽക്കണില്ല, സ്ക്രൂ ഉള്ളിൽ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം കാണാൻ ലുക്കൊക്കെ ഉണ്ട്. ഇതുമ്പോൾ ചെറിയ ഒരു ഗോൾഡൻ ടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല മാച്ചിങ് ആയിരിക്കും. ഇപ്പോൾ എന്തായാലും നമുക്ക് വാഷ് കിട്ടിയിട്ട് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, ട്രാവൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലൊരു വാഷ് ഹോളിലൊരു വാഷും കൂടി ഇട്ടിട്ട് അപ്പുറത്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗായ്സ് നമ്മളങ്ങിപ്പോൾ ഹാൻഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാഷ് തപ്പാനായിട്ട് തന്നെ കുറേ ടൈം പോയി. അപ്പോൾ ഈ സാധനം റെക്കമെൻഡഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യണില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3 പ്രോബ്ലംസ് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്തു കേട്ടോ. അതായത് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ വാഷിൻ്റെ പ്രശ്നം തന്നെയാണ്. ആ വാഷ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാഷാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും സൈക്കിളിന് വെക്കാനുള്ള ഒരു ഐറ്റം അല്ല, ബൈക്കിന് വെക്കാനുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതേപോലെ അത്രയും ക്വാളിറ്റി കുറഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കൊണ്ട് മാത്രം ഇതിന് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് ആർക്കായാലും ചിന്തിച്ചറിയാവുന്നതാണ്. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ മെറ്റൽ വാഷ് ഇട്ടിട്ടാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അതൊരു മൈനസാണ്. പിന്നെ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്തോരം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ട് ഇതും ഇരിക്കില്ല. ഇതിങ്ങനെ
അങ്ങോട്ട് മേളിക്കും താഴത്തേക്കും ഇങ്ങനെ ലൂസായിട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലെങ്കിൽ വെച്ചിട്ടായിട്ട് തന്നെ ഒരു നെറ്റില്ലേ, അതിന് കറക്റ്റായിട്ടൊരു പൊസിഷനിൽ പോയിട്ട് ലോക്കാവാനുള്ള സംഭവം ഇതിനില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ചു, എന്നിട്ടും ഈ രണ്ട് സൈഡത്തെ സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റില്ല. ഇത് കാരണം ഈ നെറ്റിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടാവില്ല, നമ്മൾ ഒരു ബോൾട്ടൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ചെന്ന് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ അതവിടെ നനങ്ങില്ല. അങ്ങനെ സീറ്റിംഗ് ആവാനുള്ള ഒരു സംഭവം ഇതിനില്ല. അതാണ് മെയിൻ റീസൺ. പിന്നത്തെ റീസൺ എന്ന് പറയുന്നത് ഇത് മൊത്തം മെറ്റലല്ല, ഇതിൻ്റെ ഈ എൻഡിലുള്ള സംഭവമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെയും തട്ടി വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമ്മളൊരു സാധനം മേടിച്ചിട്ട് അതിന് വാഷും കാര്യങ്ങളൊക്കെ തപ്പിയടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമുക്ക് ഒരു പഴയതിൽ നിന്ന് കിട്ടിയ കാരണം നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റി. അപ്പോൾ ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. നമുക്ക് 600 രൂപയ്ക്ക് മേടിച്ചത്. അപ്പോൾ 600 രൂപയുടെ ഒരു ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള സംഭവമില്ല. ഇതിനേക്കാളും വില കുറവിനുള്ള സാധനം ഇതേ ക്വാളിറ്റിയിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഇത്രയും ലോക്കലായിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു എക്സ്പീരിയൻസ് ആയി നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ആയിരിക്കും അടുത്ത മേടിക്കുക. അതാണ് ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മിസ്റ്റേക്കിങ്ങിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് നെക്സ്റ്റ് ആ സംഭവം നമ്മൾ കറക്റ്റാക്കി ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ സാധനം കാണാനൊക്കെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഹാൻഡിൽ ബാർ കുറച്ചും കൂടി വൈൽഡായ പോലെ ഒരു ഫീലിംഗ് ഉണ്ട് ഇത്രയും ഭാഗം. വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു വൈബ് ലുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.